ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂവിട്ട് നിൽക്കുന്ന കുറച്ച് ഓർക്കിഡ് പൂക്കളെ കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് സുന്ദരികളായിട്ടുള്ള ഓർക്കിഡ് പൂക്കളെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ആദ്യത്തെ സുന്ദരി ഇതാണ് കേട്ടോ. നല്ല പർപ്പിൾ കളറിലുള്ള ഒരു ഫ്ലവറാണ്. നല്ല ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇതളുകളും നല്ല നീട്ടത്തിലുള്ള ലിപ്പുകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വൈറ്റ് ഷെയ്ഡിങ്ങും ഉണ്ട്. ഇതിൻ്റെ പേര് നമ്മുടെ ഡെൻഡ്രോബിയം ബ്ലൂ സ്പിൻ എന്നാണ്. പിന്നെ ഇത് അടുത്തത് നമ്മളെ യെല്ലോ കളറിൽ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന പൂവാണ് കേട്ടോ. അത് ഡെൻഡ്രോബിയം DD യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല നീട്ടത്തിൽ പൂക്കളുടെ സ്പൈക്കൊക്കെ പോയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, നല്ല അടുക്കടുക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ. പർപ്പിൾ കളറ് ലിപ്പും അതേപോലെ ലൈറ്റ് കളർ യെല്ലോ ഒക്കെ കൂടി ചേർന്നത്. ഇത് ഫുൾ പിങ്ക് കളറിൽ വരുന്ന വേറൊരു ടൈപ്പാണ്. നല്ല ഇതളോടുകൂടി നല്ല നീട്ടത്തിലുള്ള ലിപ്പുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ പേര് കറക്റ്റ് അതിൽ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇത് അടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടില്ലേ, ഓരോ ഇതളുകളും ഇടവിട്ടിട്ട് ചെറിയൊരു പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് ലിപ്പിലും അതേപോലെ തുമ്പത്ത് ചെറിയ പർപ്പിൾ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റും കൂടിയാണിത്. അതുപോലെ ഇത് പൂവിട്ടിട്ടില്ല, പൂവ് വിരിയാറാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ്, നിങ്ങൾക്ക് മുട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതേപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇവിടെ നിന്ന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഡെൻഡ്രോബിയം പിങ്ക് സ്ട്രൈപ്പ് എന്നാണ്. പിന്നെ നോക്കി, നല്ല വൈറ്റും പർപ്പിളും കൂടി കലർന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അത് ഇതിൻ്റെ ലിപ്പിന് മാത്രം ഒരു പർപ്പിൾ കളറും ഇതളുകളെല്ലാം വൈറ്റ് കളറും നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടുക്കനെ പൂ വരുന്നൊരു ഇതാണ് ഡെൻഡ്രോബിയം വൈറ്റ് ബ്ലൂ ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വലിയ കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അതേപോലെ അതിനും മനോഹരമായിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ഇത് പറഞ്ഞ പോലെ തന്നെ ചെറിയ യെല്ലോയും വൈറ്റും കൂടി കലർന്ന ഇതളുകളും പിങ്ക് കളറ് ലിപ്പും. ഇത് ഡെൻഡ്രോബിയം സ്റ്റാർ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതേപോലെ തന്നെ കുഞ്ഞിതളുകളും അതുപോലെ ട്വിസ്റ്റ് ചെയ്ത ഇതളുകളും പർപ്പിൾ കളറിലുള്ള ലിപ്പ് ആയിട്ടുള്ള വേറൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഡെൻഡ്രോബിയം ജാസ്മിൻ. ഇതളുകളെല്ലാം ഒരു ബ്രൗൺ കളറിലും ലിപ്പ് പർപ്പിൾ കളറിലും വരുന്ന ഒരുപാട് കാണാത്ത ടൈപ്പിലുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിന്. പിന്നെ അടുത്തത് നോക്കി, യെല്ലോ കളറിലുള്ള ലിപ്പും അതേപോലെ നല്ല വൈറ്റ് കളറിലുള്ള ഇതളുകളോട് കൂടിയ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് ഡെൻഡ്രോബിയം ഡൗൺ മാറ്റ് ഓറഞ്ച് എന്നാണ്. നല്ല വലിപ്പത്തിലുള്ള ഫ്ലവറാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തുമാത്രം വലിപ്പം അറിയുന്നുണ്ടെന്ന് അറിയില്ല. അടുത്തത് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടില്ലേ, കുഞ്ഞൻ ഫ്ലവേഴ്സായിരിക്കും, എന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു റോസ് കളർ പൂവും അതിൻ്റെ സൈഡിൽ കൂടെ വൈറ്റിങ്ങിൻ്റെ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. കുഞ്ഞി പൂക്കളാണെങ്കിലും നല്ല അടുക്കായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതവർ ഹാങ് ചെയ്തിട്ടേക്കാണ്. അടുത്തത് ഡെൻഡ്രോബിയം ഫുൾ സ്പ്ലാഷാണ് കേട്ടോ. അതിൻ്റെ തന്നെ പോലൊരു ഇതളുകളിലൊക്കെ ചെറിയൊരു പിങ്ക് ഷെയ്ഡും ലിപ്പ് പിങ്കും ആയിട്ട് വരുന്ന കുഞ്ഞൻ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന അടുത്ത ഒന്നാണ് എനോബി സ്പ്ലാഷ് ഡെൻഡ്രോബിയം. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞ് പോറായി, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ വൈറ്റും പർപ്പിളും കൂടി ഷെയ്ഡിങ് വരുന്ന ഒരു വെറൈറ്റിയാണത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഇവിടെ കൊടുക്കുന്ന എല്ലാ ചെടികൾക്കും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് ഡെൻഡ്രോബിയത്തിൻ്റെ ലെൻവാന റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ ഇട്ടിട്ടില്ല, ഇത് ബഡ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ആ ചെടി നിങ്ങൾ നോക്കി നോക്കിയേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇത്. അടുത്തൊരു വെറൈറ്റി നോക്കി നോക്കിയേ, എല്ലാ ചെടികളിലും പർപ്പിൾ കളറ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരാണ്. ഇത് പർപ്പിളിൻ്റെ തന്നെ ലൈറ്റും അതേപോലെ തന്നെ വൈറ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അതിൻ്റെ ലിപ്പിൻ്റെ വ്യത്യാസം തന്നെ കണ്ടില്ലേ, ഇത് ഡെൻഡ്രോബിയം സീസർ റെഡ് ബിഗ് ലിപ്പാണ്. പറഞ്ഞ പോലെ തന്നെ വലിയ ലിപ്പാണ് കേട്ടോ ഈ പൂക്കൾക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ കളറിലുള്ള വലിയ ലിപ്പാണ് ഫ്ലവറുകൾക്ക്. നല്ല ഹൈറ്റിൽ പോകുന്ന, അതായത് ഇതിൻ്റെ ബഡ്സൊക്കെ നല്ല നീട്ടത്തിൽ കൊലയായിട്ട് പൂക്കളുണ്ടാവും. അടുത്ത ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു കുഞ്ഞൻ പ്ലാന്റിൽ
പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അത് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളാണ്. ചെറിയ പ്ലാന്റാണ്, കണ്ടില്ലേ. ഒരു 180 രൂപയാണ് ഈ പ്ലാന്റിന് വരുന്നത്. അതിൽ 180 120 കറക്റ്റ് ആവുന്നില്ല. ആ പ്ലാന്റിലാണ് ഇപ്പോഴത്തെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഫ്ലവർ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയില്ല കേട്ടോ. അടുത്ത ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം ലൊവാന. മറ്റ് ഡെൻഡ്രോബിയം പൂക്കളെ വെച്ചിട്ട് വളരെ വ്യത്യാസമാണ് ഇതിൻ്റെ പൂക്കൾ. കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു ഇതളുകളും അതേപോലെ തന്നെ കുഞ്ഞു ലിപ്പുമാണ് ഇതിനുള്ളത്. പർപ്പിൾ കളറിലുള്ള കുഞ്ഞു ലിപ്പും അതേപോലെ തന്നെ വളരെ കനം കുറഞ്ഞ രീതിയിലുള്ള വൈറ്റ് കളറിലുള്ള ഇതളുകളാണ് ഇതിനുള്ളത്. ഞാൻ പറയുന്ന ഫ്ലവേഴ്സിൻ്റെ പേരുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടാഗ് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ തെറ്റൊക്കെ വന്നിരിക്കും. അപ്പോൾ എല്ലാവരും ടാഗുകളൊന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇത് അധികം കോമൺ ആയിട്ട് കാണാത്ത ഒരു കളറാണ് നമ്മുടെ ഓർക്കിഡ് ഫ്ലവേഴ്സിൽ. ഒരു ചെറിയൊരു യെല്ലോയും അതേപോലെ ഗ്രീനും കൂടി കലർന്നൊരു കളറാണ് കേട്ടോ. അതിൻ്റെ പേര് വരുന്നത് ഡെൻഡ്രോബിയം സീസർ ഗ്രീൻ എന്നാണ്. പേര് പോലെ തന്നെ ചെറിയൊരു ഗ്രീൻ കളറിലാണ് ഫ്ലവർ. അടുത്തത് നോക്കി, അധികം കാണാത്ത ടൈപ്പ് ഒരു കളറല്ലേ നമ്മുടെ ഓർക്കിഡ് പൂക്കളിൽ. ഒരു മെറൂൺ കളറിൽ ഒറ്റ പൂവേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല. ഇതിൻ്റെ പേര് വരുന്നത് ഡെൻഡ്രോബിയം റെഡ് ടൗൺ എന്നാണ്. പേര് പറയുന്ന പോലെ തന്നെ നല്ല റെഡ് കളറിലാണ് കേട്ടോ ഈ ഫ്ലവർ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ലിപ്പും ഇതളുകളും എല്ലാം റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതലും നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഇവിടെ കൂടുതലും ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ്സാണ് ഉള്ളത്. 100-ൽ കൂടുതൽ ഡെൻഡ്രോബിയസിൻ്റെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും ഫ്ലവേഴ്സ് ഇല്ല. ഫ്ലവേഴ്സ് ഉള്ളതിനെയാണ് ഞാനിപ്പോൾ ഒന്ന് ഒരു കൂട്ടായിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ മറ്റ് ഓർക്കിഡ് വീഡിയോസിലൊക്കെ നമ്മൾ സീഡ്ലിങ്സും മറ്റ് പ്ലാന്റ്സുകളും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പൂക്കളിട്ട ചെടികളെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഡെൻഡ്രോബിയം മാത്രമല്ല നമ്മൾ ഇതിൽ ഒരു വാൻഡയുടെ ഫ്ലവറും കാണിക്കുന്നുണ്ട്. ഫ്ലവറായിട്ട് നിൽക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. വാൻഡയുടെ ഒരു പ്ലാന്റ് മാത്രമാണ് ഫ്ലവറായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഫെലനോപ്സിസിൻ്റെ ഉണ്ട്. ഫെലനോപ്സിസിൻ്റെ പൂക്കളൊക്കെ വാടി പോവാറായി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോയും എടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ കൂടുതലും ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ്സാണ്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ നഴ്സറിയുടെ അടുത്തുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വാങ്ങാവുന്നതേ ഉള്ളൂ. ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഈ ഒറ്റ പ്ലാന്റ് മാത്രമല്ല, ഫ്ലവർ ഇല്ലാത്ത ഇതിൻ്റെ മറ്റ് കുഞ്ഞു സീഡ്ലിങ്സും പൂക്കളില്ലാത്ത പ്ലാന്റ്സുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഞാനിതിൽ ഫ്ലവേഴ്സുള്ള ഒറ്റ പ്ലാന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് മാത്രം. വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അടുത്തൊരു വെറൈറ്റി കണ്ടോ, ഇതാണ് ഡെൻഡ്രോബിയം ബോർ ബ്ലൂ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇതിൻ്റെ ഇതളുകളൊക്കെ ട്വിസ്റ്റ് ചെയ്ത് നിന്ന് ലിപ്പ് നല്ല പിങ്ക് കളറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. എല്ലാ ഫ്ലവേഴ്സും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാം കാണിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അത് കാണുമ്പോൾ ഉള്ള ഭംഗി കൊണ്ടാണ്. ഇതോ കണ്ടില്ലേ, ഇപ്പം കാണിച്ച ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മറ്റ് പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. അതിൽ നിന്ന് നമ്മൾ ഫ്ലവർ ഇട്ടത് തിരഞ്ഞ് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇത് നോക്കിയത് നല്ല ഡാർക്ക് പർപ്പിളും അതുപോലെ മെറൂണും കൂടി കലർന്നൊരു പൂക്കളാണ് കേട്ടോ ഡെൻഡ്രോബിയത്തിൻ്റെ. നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്ന കളറേ അല്ല, ഇതിലും ഡാർക്കാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നീട്ടത്തിൽ ഇതിൻ്റെ സ്പൈക്ക് പോയിട്ടുണ്ട്. എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ നഴ്സറികളിലും ഈ കളറിലുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ പേര് ഡെൻഡ്രോബിയം TG ബ്ലൂ എന്നാണ്. ഇതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സ്വയം തന്നെ പോട്ടിങ് മാറ്റി സെറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതേപോലെ അധികം റേറ്റും വരുന്നില്ല. നല്ല വൈറ്റ് കളറിൽ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൽ മറ്റു വേറെ കളറുകളൊന്നുമില്ല, ഫുൾ വൈറ്റാണ്. ഇതിൻ്റെ പേര് ഡെൻഡ്രോബിയം സോണിയ വൈറ്റ് എന്നാണ്. വൈറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഈ വെറൈറ്റി ഇഷ്ടപ്പെടാതിരിക്കില്ല. നേരിട്ട് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ഇതിൻ്റെയും കുഞ്ഞി പ്ലാന്റ് വേണ്ടവർക്ക് അതുണ്ട്. ഇത് നമ്മുടെ കാറ്റ്ലിയ വിഭാഗത്തിൽ വിട്ട ഓർക്കിഡിൻ്റെ ഫ്ലവറാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മറ്റ് പൂക്കളെയൊക്കെ അപേക്ഷിച്ച്
ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് ഈ കയറ്റിലേക്കുള്ളത്. അതിൻ്റെ ലിപ്പ് തന്നെ കണ്ടില്ലേ, പിങ്കിൽ നല്ല ഡാർക്ക് പർപ്പിൾ കുത്ത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതും ഡെൻഡ്രോബിയത്തിൻ്റെ യെല്ലോയും വൈറ്റും കൂടി കലർന്നിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ ഒരു പ്രചോദനം കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും ഓർക്കിഡ്സിൻ്റെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം, ഈ ഓർക്കിഡ് നഴ്സറി എവിടെയാണ് ഉള്ളതെന്ന്. ഇത് വാടാനപ്പള്ളി ഗുരുവായൂർ റോഡിൽ ഏഴാങ്കൽ എന്ന സ്ഥലത്താണ് ഈ ഓർക്കിഡ് നഴ്സറി ഉള്ളത്. നഴ്സറിയുടെ പേര് മോഹന ഓർക്കിഡ്സ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാലോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ ഇവരുടെ നഴ്സറിനെ കുറിച്ചും പൂക്കളെയും എല്ലാ കെയറിങ്ങും കാര്യങ്ങളും കുറിച്ചും പല യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർ അതൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് ദൂരെ നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് മേടിച്ചു പോകുന്നുണ്ട്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്നും എറണാകുളത്ത് നിന്നും അങ്ങനെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഓൺലൈൻ സെയിലില്ല കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ സെയിൽ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇവർക്ക് ഓൺലൈൻ സെയിലില്ല. നേരിട്ട് വന്നാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ചെടികൾ തന്നെ നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓർക്കിഡ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.